പാറൂസ് പാൻട്രിയിൽ ഇന്ന് എങ്ങനെയാണ് ടിക്ക മസാല പൗഡർ വീട്ടിൽ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ചിക്കൻ ആണെങ്കിലും പനീർ, മഷ്റൂം ഇതൊക്കെ നമുക്ക് ടിക്ക മസാല കറിയാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ടിക്ക മസാലയുടെ ഫ്ലേവർ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ്. ഇങ്ങനെയൊരു കൂട്ട് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പാറൂസ് പാൻട്രി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും. വെൽക്കം ടു പാറൂസ് പാൻട്രി. മസാലക്കൂട്ടൊക്കെ നോക്കാം അല്ലേ. നമുക്ക് മല്ലി, പൊടിക്കാത്ത മല്ലി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ നല്ല ജീരകം വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക്, അപ്പുറത്ത് ചാടിപ്പോയി. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ കഷ്ണം, അതായത് ഒരു വിരലിൻ്റെ പകുതി അത്രയൊക്കെ വേണം പട്ട, പിന്നെ ഒരു 4-5 ഏലയ്ക്ക, 5-6 എടുത്തോ. ഒരു വലിയ ഏലയ്ക്കയാണെങ്കിൽ 4 മതി കേട്ടോ. പിന്നെ ഒരു 4 ഗ്രാമ്പൂ, പിന്നെ ഈ ബ്ലാക്ക് കാർഡമം എന്ന് പറയില്ലേ, ആ ഒരു ഫ്ലവർ പോലത്തെ, അത് ഒരെണ്ണം മതി കേട്ടോ. 1-2 മാക്സിമം, കാരണം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്ര പിടിക്കില്ല. അപ്പം അത് അത്രയും മതി. പിന്നെ പിന്നുള്ളത് ഇതാണ് ജാതിക്കയാണ്. അതും ഇതുപോലെ തന്നെ വളരെ ചെറിയൊരു പീസ് മതി, അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്ന് പൊടിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുന്നത്. ബാക്കിയുള്ള പൗഡർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ റെഡ് ചില്ലി പൗഡർ വേണം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്, പിന്നെ കസൂരി മേത്തി എന്ന് പറയണത് എന്തായാലും ഒരു ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഇത് ഡ്രൈ മാംഗോ പൗഡറാണ്, അത് കമ്പൾസറി അല്ല, ഉണ്ടെങ്കിൽ എടുക്കുക. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഈ ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ എന്തായാലും കറിയിൽ വറക്കും, എന്നാലും നമുക്കിതൊന്ന് ചൂടാക്കി, ഓരോന്നോരോന്നായിട്ടൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല, എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ മല്ലിയുടെ സീഡാണ് ഇട്ടിരിക്കുന്നത്, അതിട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ നല്ല ജീരകം, ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിയുടെ സീഡ്, പിന്നെ കടുക്, പെപ്പർ, പിന്നെ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം, പട്ട, ഏലയ്ക്ക, പിന്നെ ക്ലോവ്സ്, അതായത് ഗ്രാമ്പൂ, നട്ട്മഗ്, പിന്നെ ബ്ലാക്ക് കാർഡമം, ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു റോസ്റ്റായി കഴിയുമ്പോൾ ഒരു മണമൊക്കെ വരും. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളോട് ചേർത്താണ് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ബാക്കിയുള്ള പൊടികളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടല്ല പൊടിക്കുന്നത്. ഇതൊക്കെ ആദ്യം ഒന്ന് പൊടിച്ചിട്ട്, കാരണം ഇതൊക്കെ കുറച്ചൊരു കട്ടിയുള്ളതൊക്കെയാണല്ലോ. ഇതൊക്കെ എന്നിട്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതൊന്ന് ആദ്യം ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ കസൂരി മേത്തിയും കൂടി ഇട്ടാണ് നമ്മളൊന്ന് പൊടിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ ഏകദേശം അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള പൗഡേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി പൗഡർ ആഡ് ചെയ്തു, മഞ്ഞൾപ്പൊടി, പിന്നെ ബാക്കിയുള്ള പൊടികളെല്ലാം നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് ഒന്ന് കറക്കിയെടുക്കാം. കറക്റ്റ് ടിക്ക ഫ്ലേവർ ആട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചില്ലി പൗഡർ ഉപയോഗിക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കളറായിരിക്കും. അപ്പം പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് മറ്റേ പൊടിയും കൂടെ കുറച്ചിടാം. ഇപ്പം ഡ്രൈ മാംഗോ പൗഡർ അതുപോലെ തന്നെ കമ്പൾസറി അല്ല, അത് നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് എന്താ വെച്ചാൽ നമുക്ക് തക്കാളിയോ ലെമണോ ഒക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ടിക്ക പൗഡർ. അപ്പോൾ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയാക്കാം.
നമ്മൾ കൂടുതൽ മസാല യൂസ് ചെയ്യുന്നൊരു കറിയാണ് ഈ ടിക്ക മസാല എന്ന് പറയുന്നത്. കാരണം മാരിനേറ്റ് ചെയ്യാനും വേണം, കറിക്കും ഒക്കെ വേണം. സെയിം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ചിലർ ഇതിൻ്റെ കൂടെ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും. പക്ഷേ അതെല്ലാവരിലും അവൈലബിൾ ആവില്ല എപ്പോഴും. അതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞ്. പിന്നെ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.